നമ്മൾ ഈ മുരുകയുഗത്തിൽ നിൽക്കുമ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവായിട്ട് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. ആ റിസൾട്ടുകൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വലിയ പണികളൊന്നുമില്ല. മുരുകനെ പ്രാർത്ഥിക്കുക, ഓം ശരവണഭവായ നമഃ 9 വട്ടം ജപിക്കുക, ഇത്തരം കാര്യങ്ങളിൽ അവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുക. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കേണ്ട കാര്യം, നിർബന്ധം നമ്മുടെ സിസ്റ്റത്തിലില്ല. പക്ഷെ നിങ്ങൾ കണ്ടോളോ, തനിയെ അവർ അതിലേക്ക് ഒരു മാഗ്നറ്റിൽ ഒരു ഇരുമ്പ് എങ്ങനെ വരുന്നു അതേപോലെ വരണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അവിടെയാണ് ഈ യുഗത്തിന്റെ പ്രത്യേകത. കൂടുതൽ ആകർഷണം ആൾക്കാർക്ക് മുരുകനിലേക്ക് എത്തിപ്പെടും. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഡ്യൂട്ടികൾ ചെയ്യാനുള്ള തോന്നലുണ്ടാവും. അപ്പൊ നമ്മുടെ ശ്രമങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി, അത് നമുക്കതൊരു ഗുണം കിട്ടും. അവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആത്മീയത, നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടിയിട്ടാവാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാവാം, തെറ്റൊന്നുമില്ല. പക്ഷെ അത് നമ്മുടെ രാജ്യത്തിനും കൂടിയിട്ടാവണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ നേരെ മുരുകയുഗത്തിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര അടയാളങ്ങളൊക്കെ കിട്ടുമ്പോൾ, നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ അതിൻ്റെ ഉയർച്ച നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ വീണ്ടും പറയുന്ന മുരുകയുഗത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. അതെങ്ങനെ കുമാരികാണ്ഡമായിട്ട് കണക്ട് ആയി എന്നുള്ളതാണ്. ഈ മുരുകയുഗത്തിന്റെ അടുത്ത കാര്യമാണ് കുമാരികാണ്ഡത്തിന്റെ അറിവുകൾ തിരിച്ചു വരിക എന്നുള്ളതാണ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം,